ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ള ഒരു ഫിഷ് മാർക്കറ്റിലാണ്. ഫിഷ് മാർക്കറ്റിൽ ചെന്നപ്പം ഒരുപാട് മീനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഞങ്ങൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ഇവിടെ മീനൊന്നും അധികം കിട്ടത്തില്ല. നാട്ടിൽ വന്നപ്പം ഞങ്ങൾ ആ മാർക്കറ്റ് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കണ്ട് അതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട്. കരിമീൻ, കേര, ചൂര, ആവോലി, പിന്നെ പേരറിയാത്ത ഒരുപാട് മീൻ ഉണ്ടായിരുന്നു. സ്ക്വിഡ് ഉണ്ടായിരുന്നു, ഷിംപ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് ചൊറക്, ഒരു 1.5 കിലോ ചൊറക് ഞങ്ങൾ മേടിച്ചു, അത് കറി വെക്കാൻ വേണ്ടി മേടിച്ചു. പിന്നെ നമ്മൾ മേടിക്കുന്നത് ചൂരയാണ്. ചൂര ഏകദേശം ഒരു 5 കിലോ ഉള്ള ചൂര ഞങ്ങൾ വാങ്ങിച്ച് അത് നമ്മൾ അച്ചാറിടുകയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സാധനം. ഇത് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് അച്ചാറിടും. ഇതാണ് നമ്മളുടെ വീഡിയോ. നമ്മൾ മാർക്കറ്റിൽ തന്നെയാണ് മീൻ വെട്ടിയെടുത്തത്. ഇവിടെ കൊണ്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ മുള്ളും തലയൊന്നും ഇല്ലാതെ മീറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി ഇതിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി അതിൻ്റെ വെള്ളം വലിയുന്നൊരു പാത്രത്തിലേക്ക് ഒരു 1 അവർ നമ്മൾ വയ്ക്കുക. ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കറിവേപ്പിലയും കൊണ്ടിട്ട് വറുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കും. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. ഓൾറെഡി മാരിനേറ്റ് ചെയ്തിരിക്കുന്നതിനകത്തുള്ളത് കൊണ്ട് കുറച്ച് മതി. അതുപോലെ തന്നെ ഈ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് ഡയറക്റ്റാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ലോങ് ടൈമിലേക്ക് അച്ചാർ വേണമെങ്കിൽ ഈ മാരിനേറ്റ് ചെയ്ത ഫിഷ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടുന്നത്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഡയറക്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട്, അതായത് ഇന്നിപ്പോൾ ഇട്ടാൽ നമുക്ക് നാളെ യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെത്തേഡ്. സാധാരണ നമ്മൾ അച്ചാറിടുമ്പം ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ ചേഞ്ചസ്. ഈ മസാല പുരട്ടി മീൻ നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേ മെത്തേഡിൽ നമുക്ക് അച്ചാറിട്ടെടുക്കാവുന്നതാണ്. ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ആറിയതിന് ശേഷം ഒരു ജാറിലേക്ക് നമുക്ക് വയ്ക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ലപോലെ ആറിയതിന് ശേഷമേ കണ്ടെയ്നറിലോട്ടോ ഭരണിയിലോട്ടോ മാറ്റാവുള്ളൂ. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.